ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. ഞാൻ ജ്യോതിഷൻ വിജയം കൊണ്ടും മീനമാസത്തെ ഫലമാണ് പറയുന്നത്. 1200 ആണ്ട് മീനമാസത്തെ ഫലമാണ് പറയുന്നത്. മീനമാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളും വരുവാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങിക്കുവാനുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. തീവ്രപരമായിട്ടുള്ള ധനലാഭത്തിനും യോഗം കാണുന്നുണ്ട്. ധനഭാഗ്യം വന്ന് കാണുന്നുണ്ട്. കുടുംബത്തിന് ഐശ്വര്യ അഭിവൃദ്ധി നിലനിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. സന്താനങ്ങളുടെ പഠിപ്പിനെ പറ്റിയുള്ള ആശങ്കയെല്ലാം കുറഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹങ്ങളും അതുപോലെ ശീലങ്ങൾ വർധനവും ബുദ്ധിവർധനവും ഉണ്ടാവും. സ്വയം വർക്ക് ചെയ്യുന്നത് ബിസിനസ്സുകാർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. ഭരണി നക്ഷത്രക്കാരാണെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ കുറേയേറെ അലച്ചൽ ഉണ്ടെങ്കിലും മറ്റു കാര്യങ്ങൾ വെച്ച് പറഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ വലിയ കുഴപ്പമൊന്നുമില്ല. കുടുംബ പ്രശ്നങ്ങളിൽ കുറച്ച് സന്താനങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കുറച്ച് മനസ്സിനെ അലട്ടുന്ന വിഷമമായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകളുടെ പെരുമാറ്റം നമ്മൾക്ക് അഭിരുചി ഉണ്ടാക്കി വരും. അതായത് അത്ര തൃപ്തികരമായിരിക്കില്ല. പൊതുവെ കൂടെ പിറന്നവരോടോ അല്ലെങ്കിൽ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോടോ സഹകരണങ്ങൾ കുറയുവാനുള്ള സാധ്യതയുണ്ട്. അവരവരുടെ വീട്ടിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവർക്കത് ഒരു അസഹിഷ്ണുത അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ തോന്നുവാനുള്ള സാധ്യതയുണ്ട്. കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ അവർക്ക് വഴിത്തിരിവിനുള്ള ഒരു സമയം തന്നെയാണ് മാർച്ച് മാസം, മീനമാസ കാലം എന്ന് തന്നെ പറയാം. മീനമാസത്തിൽ അവരവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള കാര്യങ്ങളും കോടതി വിധി സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യതകളും ധനസംബന്ധമായിട്ടുള്ള പെരുമാറ്റങ്ങളും ധനസംബന്ധമായിട്ടുള്ള ഉയർച്ചയിലും നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഐശ്വര്യ അഭിവൃദ്ധിയും വന്നു ചേരുവാനുള്ള സാധ്യതയും വിവാഹാദി മംഗളകർമ്മങ്ങൾ ഉദ്ദിഷ്ട സമയത്ത് നടക്കുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റുകളും മറ്റുള്ള കാര്യങ്ങളിലുള്ള തീരുമാനങ്ങളും വിവാഹ നിശ്ചയം വരുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രക്കാർക്കാണെങ്കിൽ പുനർ സംബന്ധമായിട്ടുള്ള മേൽക്കോയ്മയുള്ള ഒരു മാസം തന്നെയാണ് മീനമാസ ഫലം എന്ന് പറയുന്നത്. മാനസികപരമായിട്ടുള്ള അലച്ചലെല്ലാം അകന്നു പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. സന്താനങ്ങളെ കൊണ്ടുള്ള കുറച്ചുകൂടി ഒരു മനോവിഷമങ്ങളും മറ്റുള്ളതും വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ച നമ്മളെ അതിർത്തിപ്പെടുത്തുന്ന ചില സ്വഭാവ ദോഷങ്ങളും അതുപോലെ തന്നെ അവർ ഉയർന്നു വരുന്നതിൽ നമ്മൾ സന്തുഷ്ടരാണെങ്കിലും പക്ഷെ അത് നമ്മളെ ഒരുപാട് തരം താഴ്ത്തി താത്തുന്ന ഒരു ലെവലുകളും വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഭർത്താവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് തന്നെ പറയുന്നത്. തുല്യമായിട്ടുള്ള ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഭർത്താവിൻ്റെ കൂട്ടുകാരും മറ്റുള്ള അവൻ്റെ കാര്യമുള്ള ഇടപഴകളിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപമാനങ്ങൾ ചിലപ്പോൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നത്. അത് കാരണമാണ് പറയുന്നത്. അതുപോലെ തന്നെ മകീര നക്ഷത്രക്കാർക്കാണെങ്കിൽ വളരെ പുഷ്ടിയുള്ള ഒരു സമയം തന്നെയാണ്. കർമ്മരംഗത്ത് പുരോഗമനം ഉണ്ടാവും. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഉദ്ദിഷ്ട കാര്യങ്ങൾ നേട്ടം കൈവരിക്കാനുള്ള സാധ്യത, വിദേശ സംബന്ധമായിട്ടുള്ള ജോലി മറ്റുള്ള കാര്യങ്ങളിൽ തരപ്പെടുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. ഉയർന്ന ഉദ്യോഗ പദവിയിൽ എത്തിച്ചേരുവാനുള്ള സാധ്യതകളും വിഷമതകളെല്ലാം കൈവിട്ട് പോകുന്ന ഒരു സാധ്യതയും കാണുന്നുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഉണർവ് ഉണ്ടാവും. അതുപോലെ തന്നെ മീനമാസം 10-ാം തീയതിയോടുകൂടിയിട്ടുള്ള നല്ല മാറ്റങ്ങൾ വരുന്ന കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് തടസ്സങ്ങളെല്ലാം നീങ്ങി വരുവാനുള്ള സാധ്യതയും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി വരുവാനുള്ള സാധ്യതയും ഗുണപരമായിട്ടുള്ള മേൽക്കോയ്മ വന്നു ചേരുവാനും ഭൂമി ലാഭങ്ങളും ഭവന നിർമ്മാണ യോഗവും വാഹന യോഗങ്ങളും അതുപോലെ തന്നെ തൊഴിൽ സ്തംഭനാവസ്ഥയിൽ നിന്ന് തൊഴിൽ പുനരധിവസിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർ വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. പുണർത നക്ഷത്രക്കാർക്കാണെങ്കിൽ അതിലൊരു നല്ല സമയമാണെന്ന് തന്നെ പറയാം. പുണർ നക്ഷത്രക്കാർക്ക് അവരവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സഫലമാകുവാൻ പറ്റിയ ഒരു മാസം തന്നെയാണ്. അതിൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും ധനാഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയും കടബാധ്യതകളെല്ലാം വിട്ടുവരുന്ന സാധ്യതയും കടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കുറഞ്ഞു വരുവാനുള്ള സാധ്യതയും ഭാരാബ്ദങ്ങളെല്ലാം കുറഞ്ഞു വരാനുള്ള സാധ്യതയും സന്താനങ്ങളിൽ നിന്നും പണം കൈപ്പറ്റുവാനുള്ള സാധ്യതകളും മാതൃ സംബന്ധമായിട്ടുള്ള സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള സാധ്യതയും ഗുരുക്കന്മാരുടെ അനുഗ്രഹം വഹിക്കുന്നതിനും ദേവാലയങ്ങൾ സന്ദർശിക്കാനുള്ള ഇടയും ഉണ്ടാവും. പോയ നക്ഷത്രക്കാർക്കാണെങ്കിൽ വളരെ വിഷമം പിടിച്ച ഒരു സമയത്തിലൂടെ പോവുകയാണെങ്കിലും അവർക്കതെല്ലാം മാറി വളരെ സുഗമമായിട്ടുള്ള
ഒരു കാര്യത്തിന് ഇടവരും. ധനലാഭ വർധനവ് ഉണ്ടാവും. ധനഭാഗ്യങ്ങൾ വന്ന് കൈവരുവാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യവശാൽ ധനം വന്ന് ചെയ്തുകൊണ്ട് ഇപ്പോൾ ലോട്ടറി, കുറി, ചിട്ടി എന്നിവയെല്ലാം നമ്മുടെ കാര്യസാധ്യതനുസരിച്ച് വന്ന് ചേരുവാനുള്ള സാധ്യത. ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാം അവരോട് ഉദ്ദേശിക്കുന്ന സമയത്ത് ഭവന നിർമ്മാണത്തിനുള്ള പണം ശേഖരിക്കുവാനും അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് പണം ശേഖരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. ആയില്യം നക്ഷത്രക്കാർക്കാണെങ്കിൽ ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല. തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കുറച്ച് നേരിടേണ്ടി വരും. അതുപോലെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറേയേറെ തടസ്സങ്ങൾ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് ശിവലിംഗം, ധാരാവിളക്ക്, മാല എന്നിവ കഴിച്ചു കഴിഞ്ഞാൽ കുറേ സമാധാനം കിട്ടും. അതുപോലെ ആയില്യം നാളിൽ നാഗപൂജയ്ക്ക് കൊടുക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ട് വരുന്നുണ്ട്. ദേഹ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളെല്ലാം മാറി വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ പിതാവിൽ നിന്നും പ്രത്യക്ഷപരമായിട്ടുള്ള തിരിച്ചടി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാരെങ്കിലും ഒരുപോലെയാണ് കാണുന്നത്. പുണർതം കഴിഞ്ഞ് പൂയം ആയില്യ നക്ഷത്രക്കാർക്കാണ് പറഞ്ഞത്. ആയില്യ നക്ഷത്രക്കാർ നിർബന്ധമായിട്ടും നാഗക്ഷേത്രത്തിൽ ആയില്യ പൂജ, ആയില്യ ദിവസം നടത്തുന്ന വർഷം ദോഷങ്ങൾ കൈമാറി വരുന്നതും അതുപോലെ തന്നെ ഗുണാനുഭവങ്ങൾ കൂടുതൽ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മകനക്ഷത്രക്കാർക്കാണെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള കുറച്ച് ഏറെ ബുദ്ധിമുട്ടുകൾ ഇടയ്ക്ക് മീനമാസം അവസാനത്തോടുകൂടി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും അതിനെ വകവെക്കാതെ മുന്നോട്ട് പോകാനുള്ളതും അതാത് സമയങ്ങളിൽ തിരിച്ചടവ് മറ്റുള്ള കാര്യങ്ങളെല്ലാം അടക്കി വരുവാനുള്ള സാധ്യതകളും അതുകൊണ്ട് തന്നെ കടബാധ ഉണ്ടെങ്കിൽ അതിനെല്ലാം തരണം ചെയ്യാനുള്ള അവസ്ഥകളും എല്ലാം കാണുന്നുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തിയായിരിക്കും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എന്നിരുന്നാലും തൃപ്തിയായിരിക്കും. അസുഖങ്ങളിൽ നിന്നെല്ലാം കുറച്ചൊരു അകൽച്ച ഉണ്ടാവും എന്ന് തന്നെ പറയാം. ബന്ധുമിത്രാദികളിൽ നിന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ ഭാര്യ വീട്ടിൽ നിന്നും സഹായങ്ങൾ കിട്ടുവാനും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സഹായങ്ങളും ധനസഹായങ്ങളും കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പൂരം നക്ഷത്രക്കാർക്കാണെങ്കിൽ ധനലാഭ യോഗത്തിനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. ധനം വന്ന് ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശാരീരിക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടും മറ്റുള്ളതും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കുറേയേറെ തടസ്സങ്ങൾ ഉണ്ടായാലും ധനം മാറി വരുവാനുള്ള സാധ്യതയും വിദേശ ജോലി ഏർപ്പെടുവാനുള്ള സാധ്യതയും വിദേശ ജോലിക്കായി ശ്രമിക്കുന്ന ഒരു പ്രവണത ഉണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സമയം കൂടിയാണ് പൂര നക്ഷത്രക്കാർക്കുള്ളത്. ഉത്തര നക്ഷത്രക്കാർക്കാണെങ്കിൽ അവനവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സഫലമാക്കുവാനുള്ള സാധ്യതയും വരുമാന വർധനയുള്ള സാധ്യതയും വിദേശ സംബന്ധമായിട്ട് ജോലിക്കുള്ള സാധ്യതകളും അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ട് അനുബന്ധപ്പെട്ട ജോലികൾക്കുള്ള സാധ്യതയും മനോവിഷമങ്ങളെല്ലാം മാറി മനസ്സിന് ഒരു ഉദ്ദിഷ്ട സംബന്ധമായിട്ടുള്ള ഒരു മേഖലകൾ കൈവന്ന് ചേരുവാനുള്ള സാധ്യതയും ഗവൺമെൻറ് കാര്യങ്ങളിൽ തീരുമാനമുള്ള കാര്യങ്ങളും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കെല്ലാം ഉചിതപരമായിട്ടുള്ള സമയം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സേനാധിപത്യം വഹിക്കുന്നവർക്കും വളരെ ഉചിതപരമായിട്ടുള്ള സമയമാണ് കാണുന്നത്. ഉദ്ദിഷ്ട കാര്യം നടക്കുവാൻ വേണ്ടി ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രീതി കൊള്ളുന്നത് വളരെ ഉത്തമമായിരിക്കും എന്നാണ് കാണുന്നത്. ശാസ്താവിനെ ഭജിക്കുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. അത്ത നക്ഷത്രക്കാർക്കാണെങ്കിൽ മാനസികപരമായിട്ട് പിരിമുറുക്കങ്ങൾ കുറേയേറെ ഉണ്ടെങ്കിലും ധനത്തിന് ബുദ്ധിമുട്ടുകളും മറ്റൊന്നും വരുവാനുള്ള സാധ്യതയില്ല. തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള സാധ്യതയുണ്ട്. കടബാധയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനുള്ള സാധ്യതയും സഹോദര ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുവാനുള്ള സാധ്യതയും ഭൂമി ലാഭം കൈവരിക്കാനുള്ള സാധ്യതയും ഭവന നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കാനുള്ള സാധ്യതയും പുതിയ ഭവനം നിർമ്മിക്കുവാനും വാഹനം വാങ്ങിക്കുവാനുള്ള യോഗങ്ങളും അത്ത നക്ഷത്രക്കാർക്കാണ്. ചിത്ര നക്ഷത്രക്കാർക്കാണെങ്കിൽ പുനരധിവാസം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു താമസ സ്ഥലത്തേക്ക് മാറുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്ഥാനതമസം വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഭാഗ്യകടാക്ഷത്താൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യത ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഉചിതപരമായിട്ടുള്ള സമയമാണ്. ഗവൺമെൻറ് ആനുകൂല്യങ്ങളെല്ലാം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ബാങ്ക് സംബന്ധമായിട്ടുള്ള ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും തൊഴിൽ ചെയ്യുന്നവർക്കും ഉന്നത സ്ഥാനമാന പദവികൾ കിട്ടുവാനും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉചിതപരമായിട്ടുള്ള നേട്ടങ്ങളും മറ്റുള്ളത് കൈവരിക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഭഗവതി പ്രീതി വളരെ ഉത്തമമായിട്ടാണ് ഈ മാസത്തിൽ കാണുന്നത്. ചിത്ര നക്ഷത്രക്കാർക്കാണെങ്കിൽ വളരെ അനുകൂലപരമായിട്ടുള്ള സമയമാണ്. ചിത്ര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വളരെ ഉത്തമപരമായിട്ടുള്ള ഒരു കാര്യത്തിനായിട്ട് നീക്കുപോക്കുകൾ ചെയ്യുകയും വളരെ ജാഗ്രതയോടുകൂടി പെരുമാറുകയും പിതാക്കന്മാരുടെ അനുഗ്രഹത്തോടുകൂടിയും അവരുടെ ഉദ്ദേശത്തോടുകൂടിയും അവർ വെച്ച വരയിൽ കൂടി നടക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന വർഷം അവർക്ക് മേൽക്കോയ്മ വന്ന് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ഉറ്റമിത്രങ്ങളുമായി ചിലപ്പോൾ തെറ്റിപ്പിരിയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള കൈകാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്നാണ് പറയുന്നത്. ചോദ്യ നക്ഷത്രക്കാർക്കാണെങ്കിൽ അവരവർ ഉദ്ദേശിക്കുന്ന സ്ഥാനമാന പദവികൾ കിട്ടുവാനുള്ള സാധ്യതയും വിദേശ ജോലികൾ തരപ്പെടുവാനുള്ള സാധ്യതകളും
ഉറ്റ സുഹൃത്തുക്കളുമായിട്ടുള്ള നല്ല ചങ്ങാത്തം വയ്ക്കുവാനുള്ള സാധ്യതയും, ബന്ധുമിത്രാദികളിൽ നിന്ന് നല്ല വാക്കുകൾ കിട്ടുവാനുള്ള സാധ്യതയും, ജനങ്ങളിൽ നിന്ന് നല്ല വാക്കുകൾ കേട്ടുവാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ കായിക രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉദ്യോഗപരമായിട്ടുള്ള സ്ഥാനമാന പദവികളും കിട്ടുന്നതാണ്. സേനാധിപത്യം വഹിക്കുന്നവരും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. ഫൈനാൻസ് സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വാക്കുകൊണ്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്കും വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് കാണുന്നത്. വിശാഖ നക്ഷത്രക്കാർക്ക് വളരെ ഉത്തമമായിട്ടുള്ള സമയം തന്നെയാണ് കാണുന്നത്. അനുകൂലവർത്തമായിട്ടുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുവാനും സ്ഥിതികളിൽ മേൽക്കോയ്മ കൊണ്ടുപോകാനും വരും കാലത്തെപ്പറ്റി ചിന്തിക്കുവാനും വരും കാലത്തെ പറ്റിയിട്ടുള്ള ഭാവന സൃഷ്ടിക്കുവാനും ആ ഭാവനയ്ക്കൊത്തു നമുക്ക് ഉയരുവാനുള്ള സാധ്യതയും, വിദേശ ഗമനവും വിദേശ യാത്രയെപ്പറ്റി ചിന്തിക്കുവാനും വിദേശപരമായിട്ടുള്ള ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുവാനും കാര്യസാധ്യത വരുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹ മംഗള കർമ്മങ്ങളിലെല്ലാം ഒരു തീരുമാനമായിട്ട് വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ സാധ്യത കൂടി വരുവാനും കാര്യസംബന്ധമായിട്ടുള്ള കാര്യപ്പെട്ട മേഖലകളിൽ പ്രധാന നേതൃത്വം വഹിക്കുവാനും അമ്പല കമ്മിറ്റിയിലെല്ലാം മെമ്പറായിട്ട് വരുവാനുള്ള സാധ്യതകളും അമ്പലവാസ നിവാസ സംബന്ധമായിട്ടുള്ള ഇതിൽ പങ്കെടുക്കുവാനും ഭഗവാന്റെ ഇംഗിത പ്രകാരം വന്നിട്ട് നടക്കുവാനുള്ള സാധ്യത ഇവർ കാണുന്നുണ്ട്. അനിഴ നക്ഷത്രക്കാർക്കാണെങ്കിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അകന്നു നിൽക്കുകയും ആരോഗ്യവർദ്ധനകൾ ഉണ്ടാകും, മനസ്സമാധാനം വന്ന് കൈവരിക്കാനുള്ള സാധ്യതയും മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുവാനുള്ള സാധ്യതയുമെല്ലാം ഈ മാസത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധുമിത്രാദികളിൽ നിന്ന് വരുമാന മാർഗങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും ആപത്തുകളിൽ നിന്നെല്ലാം വേർവിട്ട് വരുവാനുള്ള സാധ്യതയും ആപത്തുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. സന്താനങ്ങളുടെ കുറച്ച് വിഷമതകളെല്ലാം മാറ്റി വരുവാനുള്ള സാധ്യതയും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടത്തുവാനുള്ള സാധ്യതയും ഉദ്ദിഷ്ട ഭൂമി സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഭൂമി സംബന്ധമായി വാങ്ങൽ കൊടുക്കൽ കച്ചവടം നടക്കുന്നവർക്കും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടന്നു പോകാനുള്ള സാധ്യതകൾ കുറേ താമസം വരുവാനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവത് സേവ ചെയ്യുന്നതോടൊപ്പം ഉണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടുന്നതായിരിക്കും. അനിഴ നക്ഷത്രക്കാർക്ക്. തൃക്കേട്ട നക്ഷത്രക്കാർക്കാണെങ്കിൽ പുതിയ ഉണർവിന് ഒരു സാധ്യത ഉണ്ട്. വരുമാന വർധനവ് ഉണ്ടാകാനുള്ള സാധ്യത. ആരോഗ്യം പൊതുവെ തൃപ്തിയായിരിക്കില്ല. ആരോഗ്യം പൊതുവെ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ടുള്ളതും അതുപോലെ തന്നെ സഹോദര സംബന്ധമായിട്ടും കൂടെ പിറന്നവരുടെ ചില ചേഷ്ടകളെല്ലാം ചിലപ്പോൾ നമുക്ക് ശരിയായെന്ന് വരില്ല. അതിനെ പറ്റിയിട്ടുള്ള ആശങ്കകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അടുത്ത കൂട്ടുകാരുകളുമായിട്ട് ആരോഗ്യപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് കാരണം വളരെ സൂക്ഷ്മതയോട് പെരുകാറുക. അതുപോലെ തന്നെ അഗ്നിയിൽ നിന്ന് കുറേയേറെ ആപത്തുകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുപോലെ അടുക്കളകളിലായാലും കിച്ചണിൽ സംബന്ധമായിട്ടുള്ള ഇതിലും പാചകക്കാരും മറ്റുള്ളതൊക്കെ ശ്രദ്ധിക്കാനുള്ള ആവശ്യകത കൂടുതലായി കാണുന്നു. ശ്രദ്ധിക്കണം എന്ന് തന്നെ പറയുന്നത്. മൂല നക്ഷത്രക്കാർക്കാണെങ്കിൽ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് വർദ്ധിച്ചു വരുവാനുള്ള സാധ്യതയും ഏകാധിപത്യം ഏകാന്തത കൂടി വരുവാനുള്ള സാധ്യതയും മനസമാധാനം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും ആധ്യാത്മിക സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുവാണ്ടും ഭയഭക്തിയോട് കൂടിയിട്ടുള്ള ഒരു പെരുമാറ്റ രീതിക്ക് തുടക്കം കൊടുക്കുകയും അതുപോലെ ഇതുവരെ ഇല്ലാത്ത ശീലങ്ങൾ ദൈവികപരമായിട്ടുള്ള ശീലപ്പെടുത്തുകയും ഉദ്യോഗപരമായിട്ടുള്ള കയറ്റങ്ങളും ഭാവിയെ പറ്റിയിട്ടുള്ള ആഴമായിട്ടുള്ള ചിന്തകളും എല്ലാം വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പൂരാട നക്ഷത്രക്കാർക്കാണെങ്കിൽ വളരെ ഏറെ സംബന്ധപ്പെട്ടിട്ടുള്ള കുറേയേറെ ആലോചനകളും ചിന്തകളും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇടുപ്പ് സംബന്ധമായിട്ടുള്ള ഇടുപ്പിന് താഴെയുള്ള സംബന്ധമായിട്ടുള്ള കൈകാല് കടച്ചൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സന്ധിവേദന എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങളിലെല്ലാം ചിലപ്പോൾ കാര്യതടസ്സങ്ങൾ നേരിടുവാനും തടസ്സങ്ങൾ വരുവാനും കിട്ടേണ്ട വരുമാന വർധനവെല്ലാം കിട്ടാനുള്ള വൈകല്യം ധനം കിട്ടുവാനുള്ളതെല്ലാം കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വരികയും ചെയ്യുന്ന പ്രവണതയെല്ലാം ഉണ്ടാവും. മഹാവിഷ്ണുവെങ്കിൽ തുളസിമാലയും മഞ്ഞപ്പട്ടും പാൽപ്പായസം വഴിപാട് നടത്തും മൂലം ആ തടസ്സങ്ങൾ മാറി വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ കൊടുത്ത് അതിനെ നേരെയാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സന്താനങ്ങളെ പറ്റി ആകുലപ്പെടാനുള്ള സാധ്യതയും പൂരാട നക്ഷത്രക്കാർ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദൈവികപരമായിട്ട് കുറച്ച് അടുത്ത് കഴിഞ്ഞു പറഞ്ഞാൽ എല്ലാ വിഷമതകളും മാറി വരുവാനുള്ള സാധ്യതയുണ്ട്. ഉത്രാട നക്ഷത്രക്കാർക്കാണെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. അനുകൂലപരമായിട്ടുള്ള സമയമാണ്. നേട്ടം കൊണ്ട് കാലഘട്ടങ്ങളാണ്. നേതൃത്വം വഹിക്കാനുള്ള കഴിവുകളുണ്ടാകും. കാര്യസംബന്ധമായിട്ടുള്ള
കാര്യസംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വക്കീലന്മാർക്കും അഡ്വക്കേറ്റുമാർക്കും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും കോൺട്രാക്ടർ വർക്ക് ചെയ്യുന്നവർക്കും ഭൂമി സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും എല്ലാം അനുകൂലപരമായിട്ടുള്ള സാധ്യതയാണ്. റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള പ്രവർത്തിക്കുന്നവർക്ക് വൻ ലാഭങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. ഭൂമി കച്ചവടം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള രേഖകളെല്ലാം കൈമാറുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള യോഗങ്ങളും മറ്റു കാര്യങ്ങളും അനുഭവിക്കാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. തിരുവോണ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് കാണുന്നത്. ദേഹസംബന്ധമായിട്ടുള്ള പുഷ്ടി, ദേഹസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, അതായത് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുന്നുള്ള ഫലങ്ങൾ ഉണ്ടാവുക, രോഗശൈലിയിൽ കിടക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് മേൽക്കൈം ഉണ്ടാവുക, എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് എഴുന്നേറ്റ് നടക്കാൻ പറ്റുക, അതുപോലെ ശാരീരിക സംബന്ധമുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. മനസമാധാനം തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ കാര്യങ്ങളിൽ ആകുലപ്പെടുവാനുള്ള സാധ്യത കുറേയേറെ മാറി വരുവാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ പതിപ്പിക്കാനുള്ള സാധ്യതയും സന്താനങ്ങളെപ്പറ്റി ആഴമായി ചിന്തിക്കുവാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. സിനിമാ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് വരുവാൻ പോകുന്ന കാലം ഉചിതപരമായിട്ടുള്ള നേട്ടങ്ങൾക്കുള്ള വഴി തുറന്നു കൊടുക്കുവാനും അതിനെപ്പറ്റി ചിന്തിക്കുവാനുള്ള സാധ്യതകൾ നേരത്തെ കാണുന്നുണ്ട്. മിലിറ്ററി സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള സേവന അനുഷ്ഠിക്കുന്നതാണ്. പൈലറ്റ് സംബന്ധമായിട്ടും എയർപോർട്ട് സംബന്ധമായിട്ടും വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഗുണകരമായിട്ടാണ്. IT സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണവിധങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ നക്ഷത്രക്കാർക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന അവിടുത്തെ നക്ഷത്രക്കാർക്കാണെങ്കിൽ കുറച്ചൊരു ഗുണമേന്മ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. മനോവിഷമങ്ങൾ മാറി വരുവാനുള്ള സാധ്യതയുണ്ട്. മാറ്റത്തിനുള്ള ഒരു നേട്ടങ്ങളുടെ കാലഘട്ടങ്ങളുടെ ഒരു അവസ്ഥയാണ് കാണുന്നത്. മനോവിഷമം കൈവിട്ട് മനഃശാന്തി വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ക്ഷേത്ര ദർശനങ്ങളും ഇതുവരെ ഇല്ലാത്ത ഭക്തിപരമായിട്ടുള്ള അതിലുള്ള തിരിച്ചുപോരു പോക്കും അതുപോലെ തന്നെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു നിമിഷങ്ങളെ പറ്റി ചിന്തിക്കുകയും ദൈവത്തെ പറ്റിയുള്ള ചിന്ത വർധനാവും വരികയും ചെയ്യുവാനുള്ള സാധ്യതകൾ അവിടെ നക്ഷത്രക്കാർ കാണുന്നുണ്ട്. എന്നിരുന്നാലും ഭഗവത് പ്രീതി വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. ഭഗവത് സേവ നടത്തുന്നത് മാസത്തിലൊരു പ്രാവശ്യം നടത്തുന്നത് വളരെ ഉത്തമമായിട്ട് കാണുന്നത്. ചൊവ്വാഴ്ച ചെയ്യുകയാണെങ്കിൽ വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. ചതയ നക്ഷത്രക്കാർക്കാണെങ്കിൽ അവർക്ക് കുറേയേറെ ആശ്വാസങ്ങൾ കിട്ടുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഭയാനകരമായിട്ടുള്ള ചിന്തയിൽ നിന്നും ഭയപ്പാട് നീങ്ങി ഒരു പുതിയ വെളിച്ചത്തിലേക്ക്, ഒരു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുവാനുള്ള സാധ്യത തുറന്നു കൊടുക്കുകയും കറണ്ട് പോയിട്ട് പെട്ടെന്ന് കറണ്ട് വരുന്ന ഒരു സംതൃപ്തി വരികയും ചെയ്യുന്ന ഒരു വെളിച്ചം ബോധോദയം ഉണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ അബോധാവസ്ഥയിൽ നിന്നും സ്വബോധാവസ്ഥയിലേക്ക് വരുവാനുള്ള സാധ്യതയും അതുപോലെ വർത്തമാനകാലത്ത് നിന്നും ഭൂതകാലത്ത് നിന്ന് വർത്തമാനകാലത്തേക്ക് തിരിച്ചു വരുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ സാധ്യത കൈവരിക്കാനുള്ള സാധ്യതയും കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ട് മേഖലയിൽ കൈവരിക്കുന്നവരെല്ലാം കുറേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇനി കുറച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. സ്ഥാനഭ്രംശങ്ങളെല്ലാം ആഗ്രഹിക്കുന്നവർക്കെല്ലാം കുറേയേറെ താമസങ്ങൾ കുറച്ചും കൂടിയുണ്ട് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞു പറഞ്ഞാൽ സ്ഥാനഭ്രംശം നമ്മൾ ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. കാലങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് തന്നെ മാസങ്ങളുടെ രീതി മാറുന്ന മീനം 10 തൊട്ട് വളരെ ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ വരാൻ പോകുന്ന ഭാവിയെ കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. വരാൻ പോകുന്ന കാലങ്ങൾ വളരെ ഉചിതമായിരിക്കുമെന്ന് തന്നെ വിചാരിക്കാം. അതിനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. ഓരോരോ നക്ഷത്രക്കാർക്കാണെങ്കിൽ ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നും കുറച്ചൊരു മോചനം നേടുവാനുള്ള സാധ്യതയും ആശങ്കകൾ കൈവടിഞ്ഞ് ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള സാധ്യതകളും മീനമാസത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ തൊട്ടുള്ള അതിൻ്റെ സ്റ്റാർട്ടപ്പ് തുടങ്ങുവാനുള്ള സാധ്യതകളും പുതിയ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുവാനുള്ള സാധ്യതയും സ്വബോധ മനസ്സിലേക്ക് തിരിച്ചു വരുവാനുള്ള സാധ്യതയും ആകർഷണകരമായിട്ടുള്ള മാറ്റങ്ങളുടെ ഒരാവശ്യവും സന്താനങ്ങളെയെല്ലാം മറന്നുപോയവർക്ക് സന്താനങ്ങളെ പറ്റി ചിന്തിക്കുവാനുള്ള അവസരങ്ങളും സന്താനങ്ങൾ ഇല്ലാതിരിക്കുന്നവർക്കെല്ലാം സന്താന ഉത്ഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ അന്തരീക്ഷം തെളിഞ്ഞു വരുവാനുള്ള സാധ്യതയും കൂട്ടു ബിസിനസ്സിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെല്ലാം കൂട്ടു ബിസിനസ്സുകൾ ചേരുകയും ഉത്തമമായിട്ടുള്ള നേതൃത്വം കൈവരിക്കാനുള്ള സാധ്യതയും എല്ലാം തീർച്ചയായിട്ടും ഇവർ തെളിഞ്ഞു കാണുന്നുണ്ട്. ഈ മീനമാസത്തെ അവർക്ക് പൊതുവെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത ചതയ നക്ഷത്രക്കാർക്ക് പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങളുടെ സമയം തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് തന്നെ പറയാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ വളരെ ആകുലപരമായിട്ടുള്ള ഒരു ചിന്താവിഷയം കടന്നു കൂടുവാനും ഭയാനകരമായിട്ടുള്ള ഒരു സമയദോഷം ചെയ്യുന്നത് പോലെ അനുഭവിച്ചു വരുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ച് കൈകാര്യം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെ ശ്രദ്ധ വേണം.
അതുപോലെ തന്നെ അധ്യാപകർക്കും അതുപോലെ ശ്രദ്ധ വേണം. ജോലിയിൽ എടുക്കുന്നവർക്ക് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ വളരെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യുക. അബദ്ധങ്ങൾ പറ്റുവാനുള്ള സാധ്യതകളുണ്ട്. അത് കാരണം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ വക്കീലന്മാർക്കാണെങ്കിൽ ചിലപ്പോൾ പഠിച്ചിട്ട് പോയ കേസുകളെല്ലാം മറക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ സേനാധിപത്യം വഹിക്കുന്ന എല്ലാവിധ തൊഴിലിൽ പഠിക്കുന്നവർക്കും സ്ഥാനമാറ്റങ്ങൾ വരുവാനുള്ള സ്ഥാനങ്ങളുണ്ട്. ജോലിയിൽ അബദ്ധങ്ങൾ വരുവാനുള്ള സാധ്യതകളുമുണ്ട്. അതുപോലെ വാഹന സംബന്ധമായിട്ട് തൊഴിലെടുക്കുന്നവർക്കെല്ലാം ദോഷ സംബന്ധമായിട്ടുള്ള സമയമാണ് കാണുന്നത്. അതുപോലെ എയർപോർട്ട് സംബന്ധമായിട്ടുള്ള മേഖലകളിലും സേനാധിപത്യം സഹിക്കുന്ന മേഖലകളിലും ദോഷം തന്നെയാണ് കാണുന്നത്. വളരെ ശ്രദ്ധാപൂർവ്വം നടക്കണമെന്നുള്ളതാണ്. രേവതി നക്ഷത്രക്കാർക്കാണെങ്കിൽ വളരെ മാനസിക പ്രശ്നങ്ങളിൽ നിന്നും അലച്ചിൽ നിന്നും കുറച്ചൊരു മനസ്സമാധാനം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ചില സമയങ്ങളിൽ ആകുലപ്പെടുവാനുള്ള സാധ്യതയും കുടുംബ ഭാരാബ്ദത്തെപ്പറ്റി ചിന്തിക്കുവാനുള്ള സാധ്യതയും കുറേയേറെ ആധികപരമായിട്ടുള്ള സന്ദർഭങ്ങൾ വന്ന് സൃഷ്ടിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നിരുന്നാലും തൊഴിലിനെ പറ്റി ചിന്തിക്കുമ്പോൾ സമയത്ത് വലിയ കുഴപ്പമില്ലാതെ നീങ്ങുന്ന ഒരവസ്ഥയുണ്ടാകും. പുതിയ ബിസിനസ്സിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കേണ്ട. പഴയ ബിസിനസ് തന്നെ തുറന്നു പോവുക, അല്ലെങ്കിൽ പഴയ ജോലിയിൽ തന്നെ തുറന്നു പോവുക. പുതിയ ജോലിയെ പറ്റി ചിന്തിക്കേണ്ട. ഇരിക്കുന്ന വരുമാനത്തിൽ നിന്നും അധിക വരുമാനം കിട്ടുന്ന ജോലിയെ തേടി പോകാതിരിക്കുകയാണ് ഉത്തമമായിട്ടുള്ളത്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം വളരെ സൂക്ഷ്മത കൈവരിച്ച് ആത്മീയ നിയന്ത്രണം കൈവരിച്ച് വേണം. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയക്കാർക്കും വളരെ നിയന്ത്രണം, വാക്കിൻ്റെ പ്രവർത്തനത ആലോചിച്ച് വർത്താനം പറയണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കാണുന്നുണ്ട്. ശ്രീരാമക്ഷേത്രത്തിൽ വഴിപാടെല്ലാം നടത്തുന്നത് മൂലം വളരെ ഉത്തമമായിട്ടുള്ള ഭാഗ്യസൂക്തങ്ങൾ നടത്തുക. ആ ഭാഗ്യം ദൈവാനുഗ്രഹം വർധനവ് ഉണ്ടാകാൻ വേണ്ടിയുള്ള പരിഹാരങ്ങളെല്ലാം നടത്തി വരുന്നത് മൂലം ദൈവനക്ഷത്രക്കാർക്ക് മേൽക്കോയ്മകൾ മീനമാസത്തിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം കുറച്ച് ദോഷങ്ങൾ കൈവരിക്കൊണ്ട സാധ്യതയാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ മീനമാസത്തിൽ 27 നക്ഷത്രങ്ങൾക്കുള്ള ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പരിഹാരങ്ങൾ. നമസ്കാരം.